ഹായ്, ഒരു വറുത്തരച്ച കോഴിക്കറി നോക്കിയാലോ? ഒരു വെറൈറ്റി ടേസ്റ്റാണേ. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനൊരു പാൻ വെച്ച് ഞാൻ അതിനകത്തോട്ട് തേങ്ങയും പിന്നെ ജീരകം, പെരുംജീരകം, പിന്നെ കറിവേപ്പില, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ഒരു ചെറിയ വഴനയില, പിന്നെ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിക്കകത്തിട്ടിട്ട് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെ എല്ലാം വേറെ വേറെ സൈസല്ലേ, അപ്പോൾ വറക്കാൻ നേരം ഇത് ചിലത് പെട്ടെന്ന് വറുത്ത് കിട്ടും, ചിലത് കിട്ടത്തില്ല. അതുകൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ സൈസാവും. അപ്പോൾ നല്ല നമുക്ക് വറക്കുമ്പോൾ അത് കറക്റ്റ് ഇതായിട്ട് കിട്ടും കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ശകലം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടി പിടിക്കാതെ തീ കുറച്ചിട്ട് വറുത്തെടുക്കണം. ഉരുളി വെച്ചിട്ടുണ്ട്, അതിനകത്തൊരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്തൊരു 7 സവാള നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ 4 കിലോയാണ്, അപ്പോൾ ഇത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഉരുളിക്കകത്തോട്ട് സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. 2 അടുപ്പിലായിട്ട് ആണ് ചെയ്യുന്നത്. ഒരടുപ്പിൽ സവാള വഴറ്റുന്നുണ്ട്, ഒരടുപ്പിൽ തേങ്ങ നമ്മൾ വറുക്കുന്നുണ്ട്. തീയലിനൊക്കെ വറുക്കത്തില്ലേ, അതുകൊണ്ട് നമ്മൾ അടി പിടിക്കാതെ വറുത്ത് കൊടുക്കണം. അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റായിട്ട് മാറുമേ. പിന്നെ ഈ സവാളയ്ക്കകത്തോട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തേങ്ങയും വറുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളർ ഇപ്പോൾ കണ്ടോ, ഇച്ചിരി ഒന്ന് മാറി വന്നേ. ഇതിന് നല്ല മണമാണ് വറുക്കാൻ നേരം. ആ വഴണയിലയുടെയും ആ പെരുംജീരകത്തിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് വരും. അപ്പം നല്ല ക്രഷ് ചെയ്തെല്ലാം എടുക്കണേ. എന്നിട്ട് ഈ ഉള്ളി നല്ലപോലെ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ഒരു പിടി ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളിയും ഒരു പച്ചമുളക് കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് ഒന്ന് വാടി വരുമ്പോൾ ചേർക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങയുടെ. ഈ ഉള്ളി ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ചതച്ച് വെച്ചേക്കുന്ന ചേർത്ത് കൊടുത്തേ. എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണം കേട്ടോ. പൊടികളൊക്കെ ഞാൻ ഈ ഉള്ളി വഴറ്റിയിലാണ് ഇടുന്നത്. എന്നിട്ട് തേങ്ങ വറുത്തതിൽ ഒരു ശകലം പൊടിയേ ഇടുന്നുള്ളൂ. കണ്ടോ, നമ്മൾ തേങ്ങ വെച്ചതിൻ്റെ കളറൊക്കെ മാറി നമ്മൾ തീയലിൻ്റെ ആ ഒരു പരുവമായി. കണ്ടോ, നല്ല ആ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അതിനകത്തോട്ട് 1 സ്പൂണ് മുളക് പൊടിയും ഒരു ചെറിയ സ്പൂണ് മസാലപ്പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ പൊടികളെല്ലാം നിങ്ങൾ ഇതിനകത്താണ് ചേർക്കുന്നതെങ്കിൽ മറ്റേതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ശകലം പൊടികളെ ചേർത്ത് 1 സ്പൂണ് മുളക് പൊടിയും ഒരു ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടി ഇത് ചേർത്ത് കൊടുത്ത് ഇത് നല്ല ആറുമ്പോൾ നല്ല അരച്ചെടുക്കണേ. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പോൾ നല്ല എണ്ണ തെളിഞ്ഞു വരും. അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് ഉള്ളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാണ്ട് തേങ്ങ ഞാൻ അരയ്ക്കാനും മിക്സിയുടെ ജാറിലോട്ട് മാറ്റി. ഇതിനകത്തോട്ട് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സവാള വഴറ്റിയല്ലേ. എന്നിട്ട് മല്ലിപ്പൊടി ഒരു 3 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 4 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ചിക്കൻ മസാല വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശകലം മസാലപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നല്ലപോലെ ഇത് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ആഡ് ചെയ്ത മസാലപ്പൊടിയാണേ. എന്നിട്ട് 2 തക്കാളി നീളത്തിനരിഞ്ഞ് ചേർത്ത് കൊടുത്ത് അത് നല്ല വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ഒന്ന് എണ്ണ തെളിയുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ വറുത്തില്ലേ, അത് ചേർത്ത് കൊടുക്കാം. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തീയലൊക്കെ വെക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 2 കപ്പോളം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഏറെ ഉണ്ടായതുകൊണ്ടാണ് അത്രയും ചേർക്കുന്ന വെള്ളം. നല്ല വഴറ്റി കഴിഞ്ഞാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇത് വെട്ടി തിളച്ച് വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നല്ല വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചിക്കനെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ടൊന്ന് അടച്ചു വെക്കാമേ. ചിക്കനെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 4 കിലോയോളം ചിക്കനുണ്ട്. ക്വാണ്ടിറ്റി കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ
ബാക്കിയെല്ലാം നമ്മൾ സവാള എടുക്കുന്നതും അതുമൊക്കെ കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ തേങ്ങ ഞാൻ ഒരു ഫുള്ള് തേങ്ങയാണ് എടുത്തേക്കുന്നത്. കുറച്ച് ചിക്കനേ ഉള്ളെങ്കിൽ അരമുറി തേങ്ങയൊക്കെ മതി കേട്ടോ. എന്നിട്ട് തേങ്ങ നല്ല വറക്കാൻ നേരം തീ കുറച്ച് വെച്ചിട്ടേ വറക്കാവൂ. എന്നിട്ട് ചിക്കൻ ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കാം. ഇത് വേറൊരു ടേസ്റ്റാണ് വറുത്തരച്ച കോഴിക്കറിക്ക്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാമേ. ഇത് നന്ദൂട്ടൻ്റെ ബർത്ത്ഡേക്ക് വെച്ചതായിരുന്നു ചിക്കന്. അപ്പോൾ അതാ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി. അതാ ഉരുളിയിൽ വെക്കുന്നത്. എന്നിട്ട് ഇത് നല്ല അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് എന്നിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാമേ. എപ്പോഴും ഒരേ രീതിയിലല്ലേ വെക്കുന്നത്. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ മാറ്റിയൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ടേ. ഒന്ന് നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ട് തുറന്ന് നോക്കി ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലൊരു ചിക്കൻ വേവുന്ന അനുസരിച്ച് നമുക്കിതുപോലെ ഇളക്കി കൊടുത്ത് നല്ല മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിപ്പം നമ്മൾ അരപ്പ് ചേർത്തില്ലേ, ആ സമയത്ത് ചിക്കൻ ചേർത്ത് വഴട്ടിയാൽ ഒന്നുകൂടെ ചിക്കന് നല്ല കളറ് കിട്ടും. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞായിരുന്നു ചിക്കൻ ചേർത്തത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോസൊക്കെ കാണണം. എന്നിട്ട് റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാണ്ട് നമ്മുടെ ചിക്കൻ കറി ആയി വന്നിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.